അപ്പോൾ ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി വളരെ വിശിഷ്ടമായ ഒരു വാർത്തയാണ് നമുക്ക് ഇവിടെ നിന്നിപ്പോൾ പ്രതിപാദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണക്കാടുള്ള സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുൻഭാഗത്താണ്. ഇവിടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ ഒരു വർഷം കൂടി കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന പൊങ്കാല മഹോത്സവങ്ങൾക്ക് അമ്മയോടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ മറ്റൊരു സംസ്കാരത്തോടുള്ള ബഹുമാനവും അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു ആർജവം ഈ ജുമാ മസ്ജിദ് പോലെയുള്ള സ്ഥാപനങ്ങള്, സംഘടനകള്, അവിടുത്തെ അധികാരികള്, വിശ്വാസികള് ഒക്കെ പല ആരാധനയും പല വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കേരളത്തിന്റെ ഒരു ഒരുമ കൂട്ടായ്മ ഇവിടെ കാണിച്ചു തരാൻ അതിന്റെ വ്യക്തമായ ഒരു മാതൃകയാണ് നമ്മളിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നോമ്പുകാലമാണ്. ഈ നോമ്പുകാലമായിട്ട് പോലും ഇവിടെ എത്തുന്ന ആറ്റുകാലമ്മയുടെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല ഇടുവാനുള്ള എല്ലാ സംവിധാനങ്ങളും, അവർക്ക് ഒരു രാത്രി കഴിഞ്ഞുകൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും, അവർക്ക് ആഹാരം കഴിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ ഇവിടെ ഈ തൈക്കാപ്പള്ളി മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദ് വളരെ നല്ല ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ച. ഇത് മനുഷ്യത്വത്തിന്റെ ഒരു മുഖമാണ്. ഇതൊരു പുതിയ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും വളരെ വ്യക്തമായ ധാരണയോടുകൂടി ആരാധനയുടെയും അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിന്റെയും ഒക്കെ തന്നെ ആർജവം ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം കാഴ്ചകളിലേക്കാണ് നമ്മൾക്ക് ഈ സാഹചര്യത്തിൽ മടങ്ങിയെത്താനുള്ളത്. നമ്മളുടെ ഓരോ മനസ്സുകളും അത്തരത്തിൽ ചിന്തിക്കാനുള്ള ആർജവം ഉണ്ടാകട്ടെ എന്നതുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇത് നോമ്പുകാലമാണ്. പക്ഷെ ഈ നോമ്പുകാലത്ത് ഇവിടുത്തെ നോമ്പ് മുറിക്കൽ ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ ബോർഡൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഈ ജുമാ മസ്ജിദിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇവര് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ആറ്റുകാൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നോമ്പുകാലം ആയിട്ട് കൂടി അവർ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോ നടത്താൻ പോകുന്നത്. ഹരിപ്പാട് നിന്നും ഇന്നത്തെ പൊങ്കാല മഹോത്സവത്തിന് വേണ്ടി എത്തിയിട്ടുള്ള സുജാത ചേച്ചിയുമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ചേച്ചി, എപ്പോഴാണ് പൊങ്കാല സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയത്? ഇന്നലെ രാവിലെ 10 മണിയായപ്പോ ഞങ്ങൾ ഇവിടെ വന്നു. വന്നോടനെ ഞങ്ങൾക്ക് ചുക്ക് കാപ്പിയും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇവിടെ താഴെയാണ് സൗകര്യം. ശരി. ഇപ്രാവശ്യം നോയമ്പായതുകൊണ്ട് ഇതിലേ സൗകര്യമായിട്ട് ഞങ്ങൾക്ക് മുകളിൽ തന്നു. കിടക്കാനുള്ള സൗകര്യങ്ങളും ബാത്റൂമും 4-5 എണ്ണം തുറന്നിട്ട് നല്ല രീതിയിലാണ്. വൈകിട്ടായപ്പം നോയമ്പ് കഞ്ഞി ആവശ്യത്തിന്, അതായത് നല്ല ടേസ്റ്റ് ഉള്ള, ഞങ്ങള് ഒരുപാടുകാരാ ഞങ്ങള് നോയമ്പഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങള് പൊങ്കാലയ്ക്കും കൂടി നോയമ്പഞ്ഞിയും കുടിച്ച്. അപ്പൊ അത് കഴിഞ്ഞ് രാത്രി അവര് വന്ന് എന്ത് വേണം, ചുക്ക് കാപ്പി വേണോ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഇപ്പം ഭക്ഷണം ഉണ്ട്, പക്ഷെ അതായില്ല. വൈകിട്ട് 5 മണിക്ക് അങ്ങാണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചാപ്പാട് തന്നു. ഇന്നലെ ഇവിടുത്തെ മേലധികാരികളൊക്കെ വന്ന് ഞങ്ങളെ കണ്ട് സംസാരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങള് ഒത്തിരിയും പേരുണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ എത്രത്തോളം പേര് ഇവിടെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10, ഞങ്ങളൊരു 50-51 പേര് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളൊരു 26-27 പേര് ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു പുറത്തുനിന്ന് വന്നവരെല്ലാം കൂടെ ചേർന്നാൽ ഒരു ഉദ്ദേശം കിടക്കാൻ സൗകര്യം ഇല്ലായിരുന്നു. അത്രയ്ക്കും ആൾക്കാരെ അവരെ സഹകരിച്ചു. ഒത്തിരി എവിടുന്നെല്ലാം ഏതെല്ലാം രാജ്യത്ത് കിടക്കുന്ന ആൾക്കാരാണെന്ന് അറിയത്തില്ല വന്നത്. ചേച്ചി എത്രാമത്തെ തവണയാണ് പൊങ്കാല? ഞാനിപ്പോ എനിക്ക് എണ്ണമില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ട്രെയിന് വരാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ ആരോഗ്യങ്ങൾ കുറഞ്ഞോണ്ട് ഞങ്ങൾ വണ്ടി പിടിച്ചാൽ. അപ്പൊ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാലത്തെ 4-5 വർഷം? ഇവിടെ തന്നെയാണ് വരുന്നത്. 4-5 വർഷം. കാരണം ഒരുത്തരുടെ നന്മ കൊണ്ടാണ് നമ്മള് വീണ്ടും അതെ ഇല്ല, നമ്മള് പിന്നെ വരത്തില്ലല്ലോ. അതെ, ഈ നോമ്പുകാലമായിട്ടും അവരിത്രയും നമ്മളോട് സഹകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നമ്മുടെ ഇവിടെ വന്നിടത്തോളം ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ വരണമെന്നുള്ള ഒരു ആഗ്രഹം. അതെ, ഒരു മതസൗഹാർദ്ദത്തിന്റെ അങ്ങനെ ഒരു മേടെയും കൂട്ടായ്മയുടെയും ഒക്കെ ഒരു കഥ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. താങ്ക് യു ചേച്ചി.